വാസ്തുശാസ്ത്ര വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 4 കെട്ടുകൾ, 8 കെട്ടുകൾ, 16 കെട്ടുകൾ ഒക്കെ വീടുകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അപൂർവമാണ്. അതിൻ്റെയൊക്കെ ഒരു രൂപത്തിലേക്ക്, അതിൻ്റെയൊക്കെ ഒരു രൂപം കടമെടുത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അതിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണോ പണിതതെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കെട്ടിടം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഗൾഫിലുള്ള അവരുടെ അതേപോലെ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് മിംസ് ഹോസ്പിറ്റലിലെ കെട്ടിടം. കിഴക്കോട്ട് മുഖം, കയറിപ്പോകാനുള്ള നല്ല സ്റ്റെപ്പുകൾ, മുന്നിൽ നല്ല മനോഹരമായ ഭംഗിയിലാണ് ഒരു ഹോസ്പിറ്റലാണെങ്കിലും അത് പണിതിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ കുറേ നടുമുറ്റമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളൊരിക്കലും പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചോ നിർമ്മിതിയെക്കുറിച്ചോ അവിടെയുള്ള കളറുകളെക്കുറിച്ചോ വർണ്ണങ്ങളെക്കുറിച്ചൊന്നും നോക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല. നമ്മൾ രോഗികളെ കാണാനോ അല്ലെങ്കിൽ നമ്മൾ രോഗിയായിട്ടാണോ ഒക്കെ പല ആദ്യമായിട്ടായിരിക്കും നമ്മൾ പോവുക. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ എവിടെ പോയാലും കെട്ടിടങ്ങൾ ശ്രദ്ധിക്കും, കളറുകളെ ശ്രദ്ധിക്കും. അങ്ങനെ പലപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആ ഹോസ്പിറ്റലിന് രോഗികൾക്കും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. ആ നിർമ്മാണത്തിൽ പലപ്പോഴും അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാൻ നോക്കി കണ്ടിരുന്നത്. കുറേ നടുമുറ്റമുണ്ടായിരുന്നു. അത് ശരിക്കും നല്ല വായുപ്രവാഹത്തിന് സാധ്യതയുള്ളൊരു കെട്ടിടം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ കുറച്ച് വർഷമായിട്ട് ആ നടുമുറ്റം അടച്ച് അവർ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് ഉപകരിച്ചു. വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. നമുക്കാരോടും പറയാനൊന്നുമില്ലല്ലോ. അവരുടെ ബിൽഡിങ് അവരുണ്ടാക്കുന്നു. നമുക്ക് പിന്നെ നമ്മൾ പറയുമ്പോൾ അത് കുറ്റപ്പെടുത്തുക എന്നുള്ള രൂപത്തിലേക്ക് വരും. നമ്മളോട് ആവശ്യപ്പെട്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് മലയാളികളോട്. നിങ്ങൾക്കിതിലെന്താ കാര്യം, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാൻ ഇന്നലെ ചിരിച്ചാൽ നമ്മൾ ചിരി മറ്റൊരിടത്ത് കൊണ്ട് കൊടുക്കേണ്ടി വരും. നമ്മളെ നോക്കി ചിരിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ആ മിംസ് ബിൽഡിങ്ങിലെ നിർമ്മിതിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും പോസിറ്റീവുമായിട്ടുള്ള നടുമുറ്റ സംവിധാനങ്ങൾ അടച്ചുപോയി. ഒന്ന് ക്യാൻറ്റീനായിട്ട് ഉപയോഗിക്കുന്നു, മറ്റ് 2-3 അടച്ചു കഴിഞ്ഞു. ശരിക്കും അടച്ച ഒരു പെട്ടി പോലെ രൂപപ്പെടുത്തുക ചെയ്യുന്നത്. അല്ല, സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ടും സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ശരിയാണ്. പക്ഷേ അതുണ്ടാക്കിയ എഞ്ചിനീയറെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കണം. ആ പ്ലാൻ ഉണ്ടാക്കിയ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന, എല്ലാ റൂമുകളിലും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു നിർമ്മിതിയായിരുന്നു അത്. പക്ഷേ സൗകര്യങ്ങൾക്കനുസരിച്ച് നടുമുറ്റം അടയ്ക്കുകയാണ് ചെയ്തത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അതാണ് ജനലുകളൊക്കെ അടച്ച് റൂമാക്കി തിരിക്കുകയും ചില റൂമുകളൊക്കെ കെട്ടിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെയേറെ പ്രശ്നം വീടുകളിൽ ഉണ്ടാകുന്നതും ഈ വായു സഞ്ചാരത്തിൻ്റെയും ഓക്സിജൻ്റെ കുറവും ഒക്കെ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഫ്ലാറ്റുകളിലെ നിർമ്മാണവും സാധാരണ വീടുകളിലെ നിർമ്മാണവും വളരെയേറെ അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. വടക്ക് കിഴക്ക് അടുക്കള വരിക, അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അടുക്കള വരിക, അടുക്കളയിൽ ഇഷ്ടം പോലെ പ്രകാശം ലഭിക്കുന്ന ജനലുകളുണ്ടാവുക, അതേപോലെ അടുക്കളയിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങി ശുദ്ധവായു, കുറച്ചുകൂടി ശുദ്ധവായു ലഭിക്കാൻ പറ്റിയ ഒരു വർക്ക് ഏരിയ പോലെയുള്ള ഭാഗം ഉണ്ടായിരിക്കുക. അത് അടുക്കളയിലെ വായു എപ്പോഴും അശുദ്ധമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ശുദ്ധവായു അല്ലല്ലോ, ഗ്യാസ് കത്തുന്നതാണ്. വിറകടുപ്പ് എന്തായാലും ഉണ്ടാവില്ല. അടുക്കളയിലായാലും
വിറകടുപ്പ് ദോഷം തന്നെയാണ്. വിറകടുപ്പിലെ പുക പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പല മരങ്ങളുടെയും വിറകുകൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷലിപ്തമായ പുക നമ്മളെ വളരെയേറെ ദോഷം ചെയ്തിട്ടുണ്ട്. അത് ഗ്യാസായാലും ഉണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ ഫ്ലാറ്റിലും വീടുകളിലൊക്കെ പൂർണ്ണമായിട്ടുള്ള പ്രതിമകൾ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനുള്ള പ്രതിമകൾ, അതുപോലെ ദേഹം പകുതി വെട്ടി നിർത്തിയ പിന്നെ പ്രതിമകൾ, അതൊന്നും വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഈ വ്യാപകമായിട്ട് ബുദ്ധൻ്റെയൊക്കെ പ്രതിമകൾ വയ്ക്കുന്നുണ്ട്. ബുദ്ധൻ്റെ പൂർണ്ണകായ പ്രതിമയല്ലല്ലോ നമ്മൾ വയ്ക്കുന്നത്. അതിനോടുള്ളൊരു സ്നേഹം ആ പ്രതിമയോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. പക്ഷെ അത് പകുതിയാണ് ഉള്ളത്. അതൊന്നും വീടുകളിൽ സൂക്ഷിക്കുന്നത് ഗുണകരമല്ല. വീടുകളിലും പരിസരങ്ങളിലും വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്കെന്നെ ആലോചിച്ചാൽ മതി. നമ്മളൊരു പൂർണ്ണമായിട്ടുള്ളൊരു പ്രതിമയല്ലല്ലോ നമ്മൾ കാണുന്നത്. നമ്മളൊരു വസ്തുവിനെ പൂർണ്ണമായി കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷവും ഒക്കെ ലഭിക്കുക. ഒരു പൂവുണ്ടാവുന്ന ചെടിയല്ലേ ഇഷ്ടപ്പെടുക? ആ ചെടിയെ വെട്ടി നിർത്തിയിട്ട് അതിൻ്റെ കുറ്റി മരമാണോ നമ്മൾ ഇഷ്ടപ്പെടുക? അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചാൽ മതി ആ കാര്യത്തിൽ. പിന്നെ ഫ്ലാറ്റുകളിലുള്ള ബെഡ്റൂമുകളുടെ കാര്യങ്ങൾ, അത് വീടിനും ഫ്ലാറ്റിനും ഒക്കെ തുല്യം തന്നെയാണ്. ഒന്നുകിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കാം, അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കാം. ഈ 2 വശത്തെ തലവെച്ച് കിടക്കാൻ പാടുള്ളൂ. ഇനി കിഴക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ കിഴക്ക് വശത്ത് ബാത്റൂം ആണെങ്കിൽ അതൊരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് പ്രദാനം ചെയ്യുക. അപ്പോൾ തെക്ക് വശത്തേക്ക് തന്നെ തലവെച്ച് കിടക്കാൻ നോക്കുക. അതേസമയത്ത് തെക്കോട്ട് തലവെച്ച് കിടക്കുന്നിടത്ത് തെക്ക് വശത്താണ് ബാത്റൂമെങ്കിൽ അവിടെ ഒഴിവാക്കി കിഴക്കോട്ട് തലവെച്ച് കിടക്കുക. ഒരു സാഹചര്യത്തിലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തലവെച്ച് കിടക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ബ്ലഡ് പ്രഷർ, ഷുഗർ കംപ്ലൈൻറ്റ്, ഇങ്ങനെ ഇതൊക്കെ വരുന്ന സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് നമ്മളിനി പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ രോഗം വരുന്നു അതിന് ചികിത്സിക്കുന്നു എന്നല്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ വ്യാപൃതരാവാറില്ല. നമ്മൾ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളിൽ വളരെ ശാസ്ത്രീയ വീക്ഷണം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ ഇരിക്കുന്നത് കാര്യത്തിൽ തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളൊരു നല്ല കുഷീനൊക്കെ ഇട്ട് പിന്നെ ഒരു ഷാളൊക്കെ ഇട്ട ഒരു ചെയറിലിരിക്കുന്നതും നമ്മളൊരു പ്ലാസ്റ്റിക് കസേരയിലിരിക്കുന്നതും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. നമ്മളൊരു സ്റ്റൂളിലാണെങ്കിലോ പ്ലാസ്റ്റിക് സ്റ്റൂളിലാണെങ്കിലോ 2 തരത്തിലാണ് ബാധിക്കുക. അത് സുരക്ഷിതമാണോ എന്നുള്ളത് വലിയ മനസ്സിലിങ്ങനെ തട്ടും. അത് മൊസൈക്ക് മാർബിൾ തലത്തിലൊക്കെ ആണെങ്കിൽ അതങ്ങ് വഴുതി പോകാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ചാരി ഇരിക്കാൻ കഴിയില്ല. അതേപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും കാര്യങ്ങൾ. ഇതേപോലെ വാഹനങ്ങളിലുമുണ്ട്. ചില വാഹനങ്ങളൊന്നും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നില്ലല്ലോ. നമ്മൾ കാറുകളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ രൂപഘടന അതിനൊരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിലിപ്പോൾ എന്താ അർത്ഥമുള്ളത്? എത്ര കാറുകൾ നിലനിൽക്കുന്നു? കാറുകളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കാറിൽ കയറിയിരുന്ന് നമ്മളെല്ലാവരും കാറിൽ കയറിയിരുന്നു. ബാക്ക് ഡിക്കി നമുക്ക് തുറക്കേണ്ടി വന്നു ഒരാൾക്ക്. ആ ബാക്ക് ഡിക്കി തുറന്ന് അതിൽ സാധനം വെച്ച് നമ്മൾ അടയ്ക്കുകയാണ്. അത് വളരെ പ്രഷറോട് കൂടിയാണ് അടയ്ക്കുന്നത്. ആ സമയത്ത് കാറിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് തുറന്നിടണം. ഓർത്ത് വെച്ചോളൂ. അല്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കും. നമ്മുടെ ചെവിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അത്. ഇപ്പോൾ ഡോറടയ്ക്കുമ്പോൾ ആ ശബ്ദം തന്നെ നമ്മളെ ബാധിക്കാറില്ലേ? അതിലേക്കാൾ കൂടുതലും എയറിൻ്റെ മുന്നോട്ടുള്ള പ്രഷർ നമ്മളെ ചെവിയെ ബാധിക്കും. അത് കണ്ണിനെയും ബാധിക്കും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയേറെ ബാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, കാറിൻ്റെ ഡിക്കി അടയ്ക്കുമ്പോൾ അതിനുള്ളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഡോറിലെ ഗ്ലാസ് എങ്കിലും തുറന്നിടണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് കാറിൻ്റെ ഡിസൈനും. ചില ഡിസൈനിലുള്ള കാറുകളൊന്നും വിജയിച്ചിട്ടില്ല. അത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് അത് ഇറങ്ങുമ്പോൾ തന്നെ അത് വിജയിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ വിജയിക്കാതെ പോയതുണ്ട്. രൂപത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്.
അത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. എനിക്കൊക്കെ അനുഭവമുള്ളൊരു കാര്യം. നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറുന്നു. ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഓട്ടോറിക്ഷയിൽ ഒരു പ്രത്യേകത ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെക്കറേറ്റ് ചെയ്യും. വാങ്ങിയ ഉടനെ തന്നെ ഒരു 50,000 രൂപ അതിൽ കൂടുതൽ 1,00,000 വരെയൊക്കെ ചിലവാക്കി പണിയിക്കുന്നവരുണ്ട്, അതിലും കൂടുതൽ ചിലവാക്കുന്നവരുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയിരിക്കുന്ന കുഷീനൊക്കെ പിന്നെയും ഹൈറ്റ് കൂട്ടും. സീലിങ്ങിൽ പിന്നെയും ഒരു ബോർഡൊക്കെ വെച്ച് കുറച്ച് ലൈറ്റൊക്കെ കൊടുത്ത് ഒന്ന് താഴ്ത്തും. ഞാനൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുക പലപ്പോഴും ഓട്ടോറിക്ഷയിൽ. ആ യാത്ര വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതേ സമയത്ത് കമ്പനി ഇറക്കുന്ന ഓട്ടോറിക്ഷ അതേപോലെ ഓടിക്കുന്നത് ബാംഗ്ലൂരും പിന്നെ മൈസൂരും ചെന്നൈയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ പോയാൽ അതേപോലെയാണ് അവർ ഓടിക്കുക. കമ്പനി എങ്ങനെയാണോ ഇറക്കിയത് അതേ ടാർപോളിൻ വെച്ച് അതേ റെക്സിൻ വെച്ച് അതേപോലെയാണ് ഓടിക്കുക. അതിലൊരു മാറ്റം അവർ ചെയ്യാറില്ല. നമ്മളിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ഏറ്റവും ചുരുങ്ങിയത് 50 കിലോയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരാളുടെ വെയിറ്റ് തന്നെ ആ ഓട്ടോറിക്ഷ എല്ലാ സമയത്തും പേറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റീലിൻ്റെ ഫിറ്റിങ്സ് അനാവശ്യമായിട്ട്. ഡ്രൈവർക്ക് മുന്നിലോട്ട് കാണാൻ പോലും പറ്റില്ല. ധാരാളം മാലകളും പല സാധനങ്ങളും തൂക്കിയിട്ടിട്ട്. ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് നോക്കിയാൽ കാണുന്നതെന്ന്. അപ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് സത്യത്തിൽ. ഒരു വാഹനത്തിന് എക്സ്ട്രാ ലൈറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓടിക്കുന്ന ഉടമയോ അല്ലെങ്കിൽ ഡ്രൈവറോ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമില്ല. മുന്നിൽ നടന്നു വരുന്ന പാവം മനുഷ്യനോ അല്ലെങ്കിൽ മുന്നിൽ വാഹനം ഓടിച്ച് വരുന്ന മറ്റൊരു ഡ്രൈവർക്കോ ആണ് അല്ലെങ്കിൽ യാത്രക്കാർക്കോ ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. എന്തിനാണ് ഇത്രയും ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് ചുരം കയറി വരുമ്പോൾ പലപ്പോഴും രാത്രിയിൽ പിന്നെ ബെൻസിൻ്റെ വലിയ ടിപ്പർ കയറിപ്പോകുന്നുണ്ട് പലതും. എത്രയാണ് ലൈറ്റ് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്? അതിൽ കയറ്റിയ സാധനമോ എം സാൻഡോ പി സാൻഡോ കല്ലോ ആയിരിക്കും. അതിനാണ് ഇത്രയും ലൈറ്റ് ഇട്ടിട്ട് അവർ ചുരം കയറി പോകുന്നത്. ആ ഡ്രൈവർക്കോ ആ ഉടമയ്ക്കോ എന്താണ് അതിൽ ലഭിക്കുന്ന സന്തോഷം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മളൊക്കെ ചുരം ഇറങ്ങി വരുമ്പോൾ എങ്ങനെയെങ്കിലും ചുരം ഇറങ്ങി വരണം, ബ്ലോക്ക് ഉണ്ടാവരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഒരു തടസ്സം ഉണ്ടാവരുത്, ബ്ലോക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചാൽ ഇറങ്ങി വരിക. അതേസമയത്ത് ഇത്രയും ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ പിന്നെ ക്യാബിൻ്റെ മുകളിൽ ഒരു 15 ലൈറ്റ്, പിന്നെ ചുറ്റിലുമുള്ള ലൈറ്റ്, പിന്നെ ഹെഡ്ലൈറ്റിന് പകരം വേറെയും തീവ്രതയേറിയ ലൈറ്റ്, ഇതൊക്കെ ഇട്ടിട്ട് കയറി വരുന്ന ആ ഭാരത് ബെൻസിൻ്റെ ലോറി കാണുമ്പോൾ, ഭാരത് ബെൻസിൻ്റെ ലോറി കാണാൻ ഭംഗിയാണ്, നല്ല മനോഹരമായ ലോറിയാണ്. പക്ഷെ അതിൻ്റെ ഈ ലൈറ്റും കൂടി ഇട്ട് വരുമ്പോൾ നമുക്ക് വെറുപ്പാണ് തോന്നുക. ആ വെറുപ്പ് നമ്മൾ ആ ഡ്രൈവറോട് പോലും നമുക്ക് വെറുപ്പ് തോന്നും. ആരോടും വെറുപ്പ് തോന്നാൻ പാടില്ല, പക്ഷെ തോന്നിപ്പോവും. ഇത്രയും ലൈറ്റ് ഇട്ട് ഈ ചുരത്തിലൊക്കെ ആര് കാണാൻ? എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോൾ ഫ്ലാറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഫ്ലാറ്റുകൾ പഴയ ഫ്ലാറ്റുകളെ പോലെയല്ല. ഇപ്പോഴത്തെ ഫ്ലാറ്റുകളിലൊക്കെ റിസപ്ഷൻ ഏരിയയൊക്കെ നമുക്കൊരു 4 ആൾ 5 ആൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചെറിയ പാർക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് വളരെ മനോഹരമാണ്. കയറി ചെല്ലുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരിടം, വളരെ വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചെരുപ്പിട്ട് കയറാൻ മടിയാവും. ഫ്ലാറ്റിലൊന്നും ചെരുപ്പ് അഴിച്ചു വെക്കുന്ന സമ്പ്രദായമില്ല, അഥവാ നമ്മളെ റൂമിൻ്റെ മുന്നിൽ മാത്രമേ അഴിച്ചു വെക്കുള്ളൂ. പക്ഷേ ചില ഫ്ലാറ്റുകളിൽ പോകുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ, ഫ്ലാറ്റിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ചെരുപ്പ് അഴിച്ചു വെക്കാൻ തോന്നും. അത്ര മനോഹരമായിട്ടും വൃത്തിയായിട്ടും ഇടതടവില്ലാതെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇടമാണ്. അത്രയും ജോലിക്കാരെ വെച്ചിട്ടാണ് അവർ വൃത്തിയാക്കിക്കൊണ്ട് നടക്കുന്നത്. നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കണമെങ്കിൽ അത് ആ ലോഞ്ച് പിന്നെ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഒന്ന് നമുക്കൊരു ബാഗ് വെച്ച് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം, അല്ലെങ്കിൽ നമ്മളെ യാത്രാക്ഷീണം ഒന്ന് മാറ്റിയിട്ട് പിന്നെ ലിഫ്റ്റിൽ കയറാം എന്നൊക്കെ കരുതുമ്പോൾ ഒന്ന് ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഇടം കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ലിഫ്റ്റുകളിലൊക്കെ തന്നെ പ്രധാന വാതിലിൽ കൂടി തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നതും. കാരണം അതിന് ലിഫ്റ്റിൻ്റെ
അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതെല്ലാം ഒരേ സ്ഥലത്തു കൂടിയാണ്. അതൊരു കണക്കിന് വളരെ നല്ലതാണ്. പക്ഷേ എമർജൻസി ഡോറ് വേറെ സ്ഥലത്ത് ഉണ്ടാവാം. അതല്ലാതെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാനുള്ള സംവിധാനങ്ങളും ഇല്ല. ഇപ്പോഴത്തെ പുതിയ ഫ്ലാറ്റുകളിലൊക്കെ ആ ഒരു സംവിധാനവും കൂടി കൊടുത്തിരിക്കുന്നു. അതും നല്ലതാണ്. ഫ്ലാറ്റുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, അത് വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലുകൾ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതും അകത്തേക്ക് കയറുന്നതുമായ വാതിലുകൾ. ഫ്ലാറ്റിന് വലിയ കവാടമായിരിക്കും ഉണ്ടാവും. മനോഹരമായ കവാടങ്ങളാണ് ഇപ്പോൾ പലരും കൊടുക്കുന്നത്. അതൊക്കെ പിന്നെ വളരെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. പിന്നെ നല്ല ഫോട്ടോകൾ വയ്ക്കും, നല്ല ചെടികൾ വയ്ക്കും. ഒരു പച്ചപ്പ് പ്രദാനം ചെയ്യുന്ന ഒരു രീതി നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ്. നമുക്കൊന്നുമില്ലെങ്കിൽ കുറച്ച് നേരം ഒരു പച്ചപ്പ് കാണാമല്ലോ. അത് ഫ്ലാറ്റിലുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പച്ചപ്പ് നമ്മൾ സൃഷ്ടിക്കപ്പെടണം എന്തായാലും. അതവിടെ ഉണ്ടായിരിക്കണം. അതിൻ്റെ ബിൽഡേഴ്സ് അത് വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു ഗാർഡൻ, നല്ലൊരു ഗാർഡൻ, ഇപ്പോൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എത്ര പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതുണ്ട്. അതുപോലെ പിന്നെ മുഴുവൻ ഇൻ്റർലോക്കൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും വലിയ ചെടിച്ചട്ടികളിൽ വലിയ മരങ്ങൾ തന്നെ കൊണ്ടുപോയി സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇതൊന്നും ആദ്യമായിട്ടൊന്നല്ല. ഞാനൊക്കെ നേരത്തെ കാലത്തെ വയനാട്ടിലെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് ചാക്കിൽ വൻ മരങ്ങൾ, ബദാം പോലുള്ള മരങ്ങൾ ഞാൻ വളർത്തിയിരുന്നു. മുളങ്കൂട്ടം വളർത്തിയിരുന്നു ഞാൻ. അന്നൊന്നും ഇതുപോലെ നഴ്സറികളിലൊന്നും അത്തരം സംഗതികളൊന്നും കണ്ടിരുന്നില്ല. ഞാനിങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കും. അത് പിന്നെ എടുത്ത് കുഴിച്ചിടും വേറെ മണ്ണിലേക്ക് കുഴിച്ചിടാതെ നിർത്തിയിരുന്നു കുറേ കാലം. പക്ഷെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് എടുത്തു മാറ്റാനൊക്കെ വിഷമമുണ്ട്. പക്ഷെ ഇന്ന് ഈ കാണുന്ന സംഗതികൾ ഞാൻ നേരത്തെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു 85, 86, 87 കാലഘട്ടത്തിൽ തന്നെ പ്ലാസ്റ്റിക് ചാക്കിൽ മരങ്ങൾ വളർത്തിയിട്ട് വയനാട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ പ്രദർശനത്തിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ബാമ്പു വളരെ ശ്രദ്ധേയമായിരുന്നു. അത് അന്ന് ഒരു ചാക്കിൽ മുളങ്കൂട്ടം വളർത്തുക, വീടുകളിലൊന്നും മുളയൊന്നും വെച്ച് പിടിപ്പിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പ്ലാസ്റ്റിക് ചാക്കിൽ മുള കൊണ്ടുപോയിട്ട് പ്രദർശനത്തിന് വെച്ചപ്പോൾ വളരെ അത്ഭുതം അതിന് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പോഴത് വളരെ സാർവത്രികമായി. വലിയ 4 വർഷം പ്രായമായ തെങ്ങ് വരെ വലിയ പ്ലാസ്റ്റിക് കന്നാസിൽ വളർത്തുന്നുണ്ട്. നമ്മൾ കായ്ച്ചത് കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു തെങ്ങിന് അതിന് ചോദിക്കുന്ന വില 8000 രൂപയായിരുന്നു കായ്ച്ചു നിൽക്കുന്നത്. അവർ വില ചോദിക്കുന്നതിന് കാര്യമില്ല. അത് വളർത്തി കൊണ്ടുവന്ന് അത്രയും വലുതാക്കി 4 വർഷം ആ ബാഗിൽ തന്നെ വേണ്ട വളങ്ങളൊക്കെ കൊടുത്ത് വേരുകളൊന്നും പുറത്തു പോകാതെ അത് ചരിഞ്ഞ് വീഴാതെ അത് ശുശ്രൂഷിച്ച് അത്തരമാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നോക്കി നിന്നു പോകും. അതൊക്കെ വളരെയേറെ നമ്മളിപ്പോഴത്തെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഭംഗി തന്നെയാണ്. ഭംഗിയിൽ നോക്കി നിന്ന് പോകുന്നുണ്ട്. അതുപോലെ ഇപ്പം മണി പ്ലാന്റ്, നേരത്തെ മണി പ്ലാന്റ്, കർട്ടൺ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. വീട്ടിലെ കോടിൻ്റെ മുകളിലായിരുന്നു അത് പടർത്തിയിരുന്നത്. ഇപ്പം അത് പെട്ടെന്ന് ട്രെൻഡായി മാറിയിരിക്കുക. ഇപ്പോൾ പല വീടുകളിലും ഫ്ലാറ്റുകളിലും ചെറിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അത് ഭംഗിയിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതങ്ങനെ കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് വെറുതെ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാലൊന്നും അതിന് ഭംഗിയില്ല. ഏതൊരു വസ്തുവും അത് അതിൻ്റേതായ സ്ഥാനത്ത് വരികയും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത്. അപ്പം നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അത് നടന്നു പോകുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. ഞാനൊക്കെ അത് കാണുമ്പോഴൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെയും കൂടി ഓർക്കും. അതിനൊരു പ്രവണത വേണ്ടേ ഒരാൾക്ക്? നടാനും നട്ട് വളർത്താനും ഒക്കെ ഉള്ളൊരു പ്രവണത വേണ്ടേ? അതൊരു വലിയ കാര്യമാണ്. അതിപ്പോൾ ഈ അടുത്ത ദിവസം കാടാമ്പുഴ പോയപ്പോൾ ഉണ്ടായത്, കാടാമ്പുഴ റോഡിൻ്റെ സൈഡിൽ വലിയ കന്നാസിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. അതൊരു കാഴ്ച തന്നെയാണ്.
അതിലെ പോകുന്ന ഏതൊരാൾക്കും, ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് മാത്രമല്ല, അതിലെ പോകുന്ന എല്ലാവർക്കും കാണാൻ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത് വരുത്തിയിരിക്കുന്നത്. റോഡ് സൈഡിൽ ആർക്കും തടസ്സമില്ലാത്ത രീതിയിൽ അവർ വെച്ചിരിക്കുന്നത്. ആ കന്നാസുകളൊക്കെ ഓരോ തുള കൊടുത്തിട്ട് ഒരു കയറും കെട്ടിയിട്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും അത് പിടിച്ച് വലിച്ച് കെട്ടിക്കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ അത് എടുത്തു കൊണ്ടുപോകാനൊന്നും കഴിയില്ല, വലുതാണ്. എന്നാലും അവരൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് ചെയ്തത് വളരെ, ആ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നത്. അതുപോലെ വയനാട് ചുരത്തിലൊരു കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ മോൾ ഭാഗത്ത് കുറച്ച് വ്യൂ ഉള്ള സ്ഥലത്ത്. പക്ഷേ അവിടങ്ങളിൽ കുറേ ബോർഡുകൾ സ്ഥാപിച്ചു, അനാവശ്യമായ ബോർഡുകൾ. നോ പാർക്കിംഗ് എന്നുള്ള ബോർഡ് വയ്ക്കാം, അത് ആവശ്യമാണ്. അതല്ലാതെ പരസ്യം അവിടെ കൊടുത്തതോടുകൂടി ആ എല്ലാ ഭംഗിയും അങ്ങ് നഷ്ടപ്പെട്ടു. നിങ്ങളിനി പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. അത് സ്പോൺസർ ചെയ്തതായിരിക്കാം, ബോർഡ് ആരെങ്കിലും സ്പോൺസർ ചെയ്തതായിരിക്കാം. അത് സ്പോൺസർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നോ പാർക്കിംഗ് ബോർഡുകൾ PWD വെക്കുന്നത് പോലെ വെച്ചാൽ മതിയായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് പരസ്യം, ആ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പരസ്യം കൊടുത്തപ്പോൾ അത് അനാവശ്യമായി മാറി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിലും. അനാവശ്യമായ പിക്ചറുകൾ കൊണ്ടുപോയി തൂക്കിയിട്ടും അനാവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് പിന്നെ അലങ്കാര വസ്തുക്കളാണെന്ന് കരുതി വയ്ക്കുന്നതൊക്കെ ബുദ്ധിമുട്ട് നൽകും. നമ്മളെപ്പോഴും വീട്ടിലൊക്കെ പിക്ചറുകളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ലെവലിലാണ് പിക്ചറുകളൊക്കെ വെക്കേണ്ടത്. അതിന് പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ആ വാതിലിൻ്റെയും ജനലിൻ്റെയും ലെവലിൽ മാത്രമേ പിന്നെ സാധനങ്ങൾ വെക്കാൻ പാടുള്ളൂ. ക്ലോക്ക് പോലും, ക്ലോക്കൊക്കെ മുകളിൽ വെക്കും. നമ്മളിങ്ങനെ തല ഉയർത്തി നോക്കണം. അങ്ങനെ തല ഉയർത്തി നോക്കാനുള്ള ഇട വരുത്തരുത്. നമ്മുടെ കണ്ണിൻ്റെ ലെവലിലായിരിക്കണം പിക്ചറുകളൊക്കെ വയ്ക്കാൻ. എക്സിബിഷൻ ഹാളിലൊക്കെ പോയി കണ്ടില്ലേ, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലെവലിലായിരിക്കും, അതിൻ്റെ മുകളിലേക്ക് അവർ വെച്ചിട്ടുണ്ടാവില്ല. അതാണ് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണം. ഒരു ജനലിൻ്റെ അടുത്ത് നിന്ന് മറ്റു വാതിലിൻ്റെയും ആ സെൻറ്റർ കണ്ടിട്ട് വേണം അതിൻ്റെ ആ ബീമിൻ്റെ നേരെ താഴെയായിട്ട് വേണം ആണിയടിച്ച് അത് തൂക്കിയിടാൻ. അപ്പോഴേ അത് ആസ്വാദികമാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കൊണ്ടുവച്ചിട്ട് ആര് ശ്രദ്ധിക്കാനാണ്? അവിടെ വെറുതെ ഇങ്ങനെ മാറാല പിടിച്ച് കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൊടി പിടിച്ച് കിടക്കുകയുള്ളൂ. അപ്പോൾ കണ്ണിൻ്റെ ലെവലുണ്ട്, ആ ലെവലിന് താഴോട്ട് മാത്രമേ ആ പിക്ചറുകൾ വെക്കാൻ പാടുള്ളൂ. കലണ്ടർ ആയാലും ശരി, കലണ്ടറൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ വെക്കണം. ഇപ്പോഴത്തെ ഫാഷനിൽ കലണ്ടർ പോലും വീട്ടിൽ വയ്ക്കുന്നില്ല. ഒരു കലണ്ടർ നോക്കിയാൽ ചിലപ്പോൾ വീട്ടിൽ കാണില്ല, അല്ലെങ്കിൽ എവിടെയോ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. പരസ്യമില്ലാത്തൊരു കലണ്ടർ വെച്ചുകൂടെ വീട്ടിൽ? അത്യാവശ്യമല്ലേ, ഡേറ്റൊക്കെ നോക്കണ്ടേ? അതൊന്നും ഭംഗിയല്ല. അതിൻ്റേതായ സ്ഥാനത്ത് വയ്ക്കുമ്പോൾ അതൊരു ഭംഗിയാണ്. അപ്പോൾ ഫ്ലാറ്റുകളെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, വീടുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെയേറെ പറയാനുണ്ട്, കളറുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ വരുന്ന എപ്പിസോഡുകളിലായിട്ട് വരും. ഇന്നിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.